അമേരിക്കയിൽ വച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ന്യൂയോർക്ക് സന്ദർശനത്തിന് എത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നതിന്റെ നിയമവശങ്ങൾ ആലോചിക്കുന്നതായി ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് ഈ വിഷയം ചൂടുപിടിച്ചത്. എന്നാൽ അമേരിക്കയിൽ എവിടെ വച്ചും ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്നാണ് ഇന്നലെ ട്രംപ് വ്യക്തമാക്കിയത്. മംദാനിയുടെ ആ മോഹം നടക്കില്ലെന്നാണ് അസന്നിഗ്ധമായി ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് സെപ്റ്റംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ സന്ദർശനത്തിന് വന്നത്. ന്യൂയോർക്ക് സിറ്റി മേയറെ പേരെടുത്ത് പരാമർശിച്ചില്ലെങ്കിലും അമേരിക്കയിൽ വച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒരു തരത്തിലും അറസ്റ്റ് ചെയ്യില്ലെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പ്രസിഡന്റ് കുറിച്ചത്. അടുത്തിടെ ന്യൂയോർക്ക് ടൈംസുമായി നടത്തിയ പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് നെതന്യാഹു ന്യൂയോർക്ക് നഗരത്തിലെത്തിയാൽ നിയമപരമായി എന്ത് നടപടിയെടുക്കാനാകുമെന്ന് നിയമവിദഗ്ധരുമായി സജീവ കൂടിയാലോചിക്കുകയാണ് താനെന്ന് മേയർ പറഞ്ഞത്. രാജ്യാന്തര ക്രിമിനൽ കോടതി കുറ്റം ചുമത്തിയ ഒരു യുദ്ധ കുറ്റവാളിയാണ് നെതന്യാഹു എന്ന വാദമുയർത്തിയാണ് മംദാനി വിമർശനം ഉയർത്തിയത്. ദ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് മംദാനി ഇക്കാര്യം പറഞ്ഞത്. നെതന്യാഹു പച്ചയായ ഒരു യുദ്ധ കുറ്റവാളിയാണെന്നും അദ്ദേഹത്തെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യണമെന്നാണ് മംദാനിയുടെ കടുത്ത നിലപാട്. ഇതോടെ അമേരിക്കൻ മണ്ണിൽ വെച്ച് നെതന്യാഹുവിന് വിലങ്ങു വീഴുമോ എന്ന ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ ചൂടുപിടിച്ചിരുന്നു. ഒരു വിദേശ രാജ്യത്തിന്റെ ഭരണത്തലവനെ തടങ്കലിൽ വെക്കാൻ ന്യൂയോർക്ക് പോലീസിന് നിർദ്ദേശം നൽകാൻ മേയർക്ക് നിയമപരമായി അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ നഗരത്തിലെ നിയമവകുപ്പുമായി അതീവ രഹസ്യമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തന്റെ മേയർ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും നെതന്യാഹു ന്യൂയോർക്കിലെത്തിയാൽ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ താൻ മുൻകൈ എടുക്കുമെന്ന് മംദാനി വോട്ടർമാർക്ക് ഉറപ്പു നൽകിയിരുന്നു. നിലവിലുള്ള നിയമങ്ങൾ അനുവദിക്കുന്നതെന്തും ന്യൂയോർക്കിൽ നടപ്പിലാക്കുമെന്നും എന്നാൽ അതിനായി താൻ സ്വന്തം നിലയിൽ നിയമങ്ങൾ നിർമ്മിക്കില്ലെന്നും മംദാനി അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. തനിക്കെതിരെ ന്യൂയോർക്കിൽ വലമുറുകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത പ്രതികരണവുമായി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നേരിട്ട് രംഗത്ത് വന്നു. മേയർ സൊഹ്റാൻ മംദാനി ഹമാസിനെ പിന്തുണയ്ക്കുകയാണെന്ന് നെതന്യാഹു ഒരു റേഡിയോ അഭിമുഖത്തിൽ തുറന്നടിച്ചു. മേയർ മംദാനി ആരെയാണ് അപലപിക്കുന്നതെന്നും ആരെയാണ് പുകഴ്ത്തുന്നതെന്നും സ്വയം പരിശോധിക്കണം. അമേരിക്കൻ മൂല്യങ്ങൾക്കൊപ്പം തന്നെ തോളോട് തോൾ ചേർന്നു നിൽക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമായ ഇസ്രായേലിനെയാണ് മേയർ കുറ്റപ്പെടുത്തുന്നത്. നെതന്യാഹു തിരിച്ചടിച്ചു. ഗസയിലെ ഇസ്രായേലിന്റെ നരയാട്ടിനെതിരെ തുടക്കം മുതൽ കടുത്ത നിലപാടെടുത്തിട്ടുള്ള നേതാവാണ് സൊഹ്റാൻ മംദാനി. ഗസ വിഷയത്തിൽ നിലവിൽ അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന നയങ്ങളെ അദ്ദേഹം കടുത്ത ഭാഷയിലാണ് വിമർശിക്കാറുള്ളത്. ചരിത്രത്തിൽ ഇത്രയും പരാജയപ്പെട്ട ഒരു വിദേശ നയം വേറെയില്ലെന്നാണ് മേയറുടെ ആക്ഷേപം. അതേസമയം ഗസയിലെ ഇസ്രായേൽ സൈനിക നടപടികളെ അപലപിക്കുമ്പോൾ തന്നെ ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണത്തെയും മംദാനി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്.